ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഏത് ഓയിലായാലും മതിയിട്ടാ. ഞാനൊരു വെളിച്ചെണ്ണയാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നല്ലപോലെ തിളച്ചിട്ട് വന്ന സമയത്ത് ഇതിലോട്ട് 1 കപ്പ് സേമിയയും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഏത് സേമിയായാലും മതി, വറുത്താലും വറുക്കാത്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് വെക്കുമ്പോൾ ഒന്ന് പൊട്ടി പോകുന്ന ആ പരിവുണ്ടല്ലോ, അത് വരെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയേ. ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഒരു സ്ട്രെയിനറിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ആ ചൂടൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ആ വെള്ളത്തിലോട്ടൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ നല്ല രീതിക്ക് സേമിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വാർത്തതിന് ശേഷം മറ്റു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും അപ്പോൾ അതിനൊരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് 3 മുട്ട പൊട്ടിച്ചതും കൂടി ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ അവിടെ തന്നെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ട് ഉണ്ടാവുക. ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഞാനൊരു പാൻ നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഉണ്ടല്ലോ, അതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇനി മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിം ഇട്ട് വേണ്ടതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ലോ ഫ്ലെയിം ഇട്ടതൊന്ന് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നാലുണ്ടാവും. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്ത് മറ്റൊരു പാത്രത്തിൽ എണ്ണ റെഡി ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നിന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുറന്നിട്ട് നോക്കാം. കണ്ടോ, അതിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുതേ.